ഹലോ, ഇന്ന് ഞാൻ ദോശയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം ദോശ മാവ് ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ, ഞെരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ദോശ ഇഷ്ടമാണോ കഴിക്കാൻ? എങ്ങനെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ അതിൽ ആഡ് ചെയ്യും. അപ്പം കുറച്ച് നല്ല നെരിഞ്ഞ് വരും. വെളിച്ചെണ്ണയാണ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡിയായി. ഇനി നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം. ചട്ടിനിക്ക് വേണ്ടി അടുപ്പിൽ പാത്രം വെച്ച് കടുക് വറുത്തു. ഇനി അരപ്പ് ഒഴിക്കണം. തേങ്ങ അരച്ച് വെച്ച് തേങ്ങ, മുളകും, മല്ലിയിലയും തക്കാളിയും കൂടെ അരച്ച് വെച്ചതാണ്. അത് ഒഴിച്ച് കൊടുക്കുക. ഒരു തള വന്നാൽ നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം അടുപ്പൊന്ന് വാങ്ങി വെക്കാം. അധികം തിളച്ചാൽ ചമ്മന്തിൻ്റെ ടേസ്റ്റ് പോവും. കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ചോറിലേക്കുള്ള സോയാ ചങ്ക്സ് വറുത്തെടുക്കണം. ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ സോയാ ചങ്ക്സാണ് കൊടുക്കുന്നത് ലഞ്ചിന്. അപ്പോൾ അത് ഉപ്പും മുളകും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടാൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് വെച്ചു. അതിനുശേഷം അത് വറുത്തു. അപ്പോഴാണ് നെഞ്ഞ് കയറി വന്നത്. നെഞ്ഞ് കയറി വന്ന കസേരയിൽ അവിടെ ഇരിക്കും. പിന്നെ അവിടുന്ന് പോവില്ല. നമ്മൾ നല്ലോണം പേടിപ്പിച്ച് ആട്ടിയിട്ടാലേ പോകുള്ളൂ, അല്ലെങ്കിൽ അത് മുപ്പര കസേരയാണ്. അപ്പോൾ മോള് വന്നു, ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയും കൊടുക്കുകയാണ്. അപ്പോൾ അവളത് കഴിക്കുകയാണ്. നല്ല ഇഷ്ടമാണ്. മുരിഞ്ഞ ദോശ ഇഷ്ടം. അപ്പോഴേക്കും ഞാൻ ചോറ് പാത്രത്തിലാക്കാണ് മോൾക്ക് കൊണ്ടുപോകാൻ. കുറേ ചോറ് വേണ്ട, കുറച്ച് മതി എന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഞാൻ അതിൽ നിന്ന് അത് കുറച്ചും കൂടെ അങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. മോള് മുന്നിൽ നിന്ന് പാക്ക് ചെയ്താൽ അങ്ങനെയാണ്, തീരെ കഴിഞ്ഞിട്ടില്ല. അപ്പം സമാധാനമായി ഞങ്ങൾ എടുത്തപ്പോൾ. പിന്നെ അതിന് സോയ ചങ്ക്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവളെ വെച്ച് കറി വെക്കുന്നില്ല. കറി ഞാൻ വേറെ ചെറിയ ബോക്സിലാണ് വെക്കുക. അപ്പോൾ ഇതിലെല്ലാം കൂടെ ആകുമ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനൊരു വകയിലാവും. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്തു. അപ്പോൾ മോളത് അടച്ച് വെച്ചു. പിന്നെ സ്നാക്സിന് ഞാൻ പഴം പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ഫുഡ് ആയിക്കോട്ടെ. എന്നും ബിസ്ക്കറ്റൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഹെൽത്തി ഫുഡ് എന്നിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോയിട്ട് സ്നാക്സിന് വന്നിട്ട് അപ്പോൾ ഇഷ്ടമായി. അങ്ങനെ സ്നാക്സ് പാത്രം ഒക്കെ കൂടെ എടുത്ത് വെച്ചാണ് പാക്ക് ചെയ്തു. മോളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഓഫ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഓഫ് ചെയ്തത്?